എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രപഞ്ചത്തിൽ നല്ല ഊർജങ്ങളും ചീത്ത ഊർജങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങളിൽ പലരും അത് വിശ്വസിക്കില്ല എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നിങ്ങളുടെ വാസസ്ഥലത്ത് പോസിറ്റീവ് ഊർജം നിറയ്ക്കാനായി നിങ്ങളിൽ പലരും പല സാധനങ്ങളും വാങ്ങി വയ്ക്കുന്നില്ലേ? എന്നാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ചില സാധനങ്ങളാണ് നിങ്ങളുടെ നെഗറ്റീവ് എനർജിക്ക് കാരണമാകുന്നത് എന്ന സത്യം നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നുണ്ടോ? മക്കളെ, നിങ്ങൾ ഭാഗ്യം, സ്നേഹം, സമ്പൽ സമൃദ്ധി, സാമ്പത്തിക നേട്ടങ്ങൾ ഇവയെ ആകർഷിക്കുന്നതിനായി പലതരം വസ്തുക്കളും വീട്ടിൽ വയ്ക്കുന്നവരുണ്ട്. എന്നാൽ ഇവയിൽ ചില വസ്തുക്കൾ നിങ്ങളിൽ നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുകയും പോസിറ്റീവ് എനർജിയെ പുറപ്പെടുവിക്കുന്നതുമായ ചില സാഹചര്യമുണ്ട്. ഇത് വീടിനുള്ളിലും നിങ്ങൾക്കും നെഗറ്റീവ് ഊർജം വളർത്താൻ കാരണമാകും. അതുകാരണം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കാം. മഹാദേവൻ പറയുന്നു, ചില കാര്യങ്ങൾ വീട്ടിൽ വയ്ക്കുന്നത് മൂലം ദോഷത്തിനും നെഗറ്റീവ് ഊർജത്തിനും കാരണമായും കൂടാതെ വീട്ടിലെ പോസിറ്റീവ് ഊർജത്തിന്റെ ഒഴുക്കിനെയും സന്തുലിതാവസ്ഥയെയും തടസ്സപ്പെടുത്തുന്ന ചില വസ്തുക്കളെ കുറിച്ചുമാണ് മഹാദേവൻ പറയുന്നത്. ചില ആളുകൾക്ക് പഴയ പാത്രങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ശീലമുണ്ട്. അവർ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ വീട്ടിൽ പഴയ പാത്രങ്ങൾ കുന്നുകൂടുകയും ചെയ്യുന്നു. മഹാദേവൻ ഇത് വളരെ തെറ്റായി കണക്കാക്കപ്പെടുന്നു. പഴയ പാത്രങ്ങളിൽ പൊടിയും മണ്ണും ശേഖരിക്കപ്പെടുകയും പ്രാണികൾ വളരുകയും ചെയ്യുന്നു. ഇവയെല്ലാം കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരുതരം നെഗറ്റീവ് എനർജി ഉൽപ്പാദിക്കപ്പെടുന്നു. ഇത് കുടുംബത്തിൽ ഭിന്നത സൃഷ്ടിക്കുകയും വീടിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ പഴയ പാത്രങ്ങൾ വീട്ടിൽ കുന്നുകൂടിയിടാതെ കാലാകാലങ്ങളിൽ നീക്കം ചെയ്യുക. വീട്ടിൽ പഴയ പൂട്ടുകൾ സൂക്ഷിക്കുന്നത് വളരെ നിന്ദ്യമാണ്. ഉപയോഗിക്കാത്തതോ കേടായതോ ആയ ലോക്കുകൾ ഉടനടി നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. ലോക്കു ചെയ്ത പൂട്ടുകൾ നിങ്ങളുടെ ഭാഗ്യം എന്നേക്കുമായി തടയുകയും നിങ്ങളുടെ പുരോഗതിയുടെ പാത അടയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ഭഗവാൻ മഹാദേവൻ പറയുന്നു. കേടായ ഘടികാരങ്ങളോ വാച്ചുകളോ വീട്ടിൽ സൂക്ഷിക്കരുതെന്നും ഭഗവാൻ മഹാദേവൻ പറയുന്നു. മക്കളെ, ചലിക്കുന്ന ക്ലോക്ക് നിങ്ങളുടെ ജീവിതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സമയമെന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും കുറിച്ചു പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ കേടായതോ നിലച്ചതോ യഥാർത്ഥ സമയം കാണിക്കാത്തതോ ആയ ക്ലോക്കോ വാച്ചോ ഉണ്ടെങ്കിൽ അത് ഉടനടി നീക്കം ചെയ്യണം. കേടായ ഘടികാരങ്ങൾ നല്ല സമയം കാണിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം തടയുന്നുവെന്ന് ഭഗവാൻ മഹാദേവൻ പറയുന്നു. പഴയ ചെരുപ്പുകൾ ധരിക്കുന്നത് വളരെ ദോഷകരമാണ്. പഴയ ഷൂസോ ചെരുപ്പോ വീട്ടിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പോരാട്ടത്തെ കാണിക്കുന്നു. നിങ്ങളുടെ പാദരക്ഷകൾ എല്ലായ്പ്പോഴും വൃത്തിയായും വെടിപ്പായും വേണം സൂക്ഷിക്കാൻ. ശനിയാഴ്ച ദിവസം വീട്ടിൽ നിന്ന് പഴയ ചെരുപ്പുകൾ പുറത്തെറിയണം. ഇത് നിങ്ങളിൽ ചിലരിലുള്ള ശനിയുടെ ദോഷകരമായ ഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രതിവിധിയാണ് എന്ന് തന്നെയാണ് ഭഗവാൻ മഹാദേവൻ പറയുന്നത്. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ വിധിയെ പ്രതിഫലിപ്പിക്കുന്നു. കീറിപ്പോയതോ വളരെ പഴയതോ ആയ വസ്ത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കരുത് എന്ന് ഭഗവാൻ മഹാദേവൻ പറയുന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങളുടെ കരിയറിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. വീട്ടിൽ ഒരിക്കലും പൊട്ടിയ പ്രതിമകൾ സൂക്ഷിക്കരുത്. ഇത്തരം പ്രതിമകൾ വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്നു. പൊട്ടിയ വിഗ്രഹം സൂക്ഷിക്കുന്നത്
വീട്ടിലെ അംഗങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഭഗവാൻ മഹാദേവൻ പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ ദേവീദേവന്മാരുടെ പൊട്ടിയ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉടനടി നീക്കം ചെയ്യുക. ഉണങ്ങിയതോ മുള്ളുള്ളതോ ആയ സസ്യങ്ങൾ ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കരുത്. ഉണങ്ങിയ അല്ലെങ്കിൽ മുള്ളുള്ള ചെടികൾ വീട്ടിനുള്ളിൽ സൂക്ഷിക്കുന്നത് പ്രായമായവരെ ബാധിക്കുന്നുവെന്നും അവരുടെ ആരോഗ്യം മോശമാകുന്നുവെന്നും ഭഗവാൻ മഹാദേവൻ പറയുന്നു. തകർന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും അത്തരം മറ്റു വസ്തുക്കളും വീടുകളിൽ മറച്ചു വയ്ക്കാറുണ്ട്. എന്നാൽ കേടായതും പൊട്ടിയതുമായ ഇത്തരം സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അസന്തുഷ്ടിയും നെഗറ്റിവിറ്റിയും കൊണ്ടുവരുന്നു. വീട്ടിലെ എന്തെങ്കിലും സാധനം അബദ്ധത്തിൽ തകർന്നാൽ അത് വീടിന് പുറത്ത് ഉപേക്ഷിക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ തരുന്ന സാധനങ്ങൾ ഒരു കാരണവശാലും വീടിനുള്ളിൽ വയ്ക്കരുത്. അത്തരം വസ്തുക്കൾ വീടിന് പുറത്തു സൂക്ഷിക്കണം. യുദ്ധം, ക്രൂരമൃഗങ്ങൾ, കരയുന്ന കുട്ടി, മുങ്ങുന്ന കപ്പൽ, ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ, അസ്തമിക്കുന്ന സൂര്യൻ തുടങ്ങിയ ചിത്രങ്ങൾ വീട്ടിൽ നെഗറ്റീവ് അന്തരീക്ഷത്തിന് കാരണമാകും. കിടപ്പുമുറിയിൽ വെള്ളച്ചാട്ടം, സമുദ്രം, മഴ എന്നിവയുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അക്വേറിയം, ജലധാര എന്നിവ ഉണ്ടാകുന്നത് വൈകാരികവും മാനസികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നും ഭഗവാൻ മഹാദേവൻ പറയുന്നു. മക്കളെ, എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ഇരിക്കൂ. എന്റെ അനുഗ്രഹവും ആശീർവാദവും സംരക്ഷണവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഓം നമഃ ശിവായ. ഈ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.